കഥയെ തട്ടി നോക്കാം. ആരാണ്? പറയാം. റൂം സർവീസ് സർ. അസുഖം കുറഞ്ഞെന്നോ? രാജു, ശ്രീയുടെ അസുഖമൊക്കെ മാറിയെന്ന്. വെരി ഗുഡ്. രാധമ്മേ, ശ്രീയോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ. ഞങ്ങള് നാളെ രാവിലെ വരാവേ. ശരി മോളെ. ആ മോളെ, ശ്രീയുടെ അസുഖത്തിന് ഒത്തിരി കുറവുണ്ട്. അതിന് ഞാനെന്തോണം? ബാധ മാറി വീണതാ, മനസ്സിലായില്ലേ? ശ്രീലക്ഷ്മിയുടെ ബാധ പ്രിയക്ക് മാറിക്കിട്ടി. ഇനി അവളെയും ചികിത്സിക്കണം. എന്തായാലും കൊച്ചിന്റെ അസുഖം മാറിയല്ലോ. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് അമ്മയോട് നന്ദി പറയാനുള്ളത്. നന്ദി, 1000 നന്ദി. കണ്ടാൽ ഒരു ലുക്ക് കുറവാണെന്നേ ഉള്ളു വേണു ആശാനെ. സവാള പോലുള്ള ഹൃദയമാ എനിക്ക്. എന്റെ ഉള്ളിലൊന്നുമില്ല. സവാള പൊള്ളിക്കുമ്പം പലരുടെയും കണ്ണ് നിറയും, നീറ്റലും ഉണ്ടാവും. എല്ലാവരും കൂടെ പിറന്നാൾ ആശംസകൾ നേരാൻ പോവായിരിക്കും. ഞങ്ങളില്ല ചെറിയമ്മേ. നിങ്ങളില്ലാന്നോ? ചെറിയമ്മേ, ഞങ്ങള് പോകുന്നില്ല. പിന്നെ അവരോടൊപ്പം ചെല്ലാന്ന് പറഞ്ഞിട്ട്? അവര് പോയിട്ട് വരട്ടെ മാഡം. ഞങ്ങളിങ്ങനെ അടിക്കടി വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്പേക്കിട്ട് ഒരു പണി കൊടുക്കണ്ടേ? അത് അത്യാവശ്യ. ആ, എന്നാ അതിനു വേണ്ടി ഞങ്ങളൊരു വഴിക്ക് പോവാം. സസ്പെൻസാ, വന്നിട്ട് പറയാം. മക്കളെ, നമുക്കിറങ്ങാം. അച്ഛാ, ഞാനും രാജുവും വരുന്നില്ല. അതെന്താ? നിങ്ങളും കൂടി വരാന്ന് പറഞ്ഞല്ലേ? പറഞ്ഞതാ, പക്ഷെ രാജുവിന് എന്തോ അത്യാവശ്യം വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് വാ. ഞങ്ങൾ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇവക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. വായിച്ചി. ചെറിയമേ, ഞങ്ങൾ പോയിട്ട് വരാം. രാജു, ഇത് തന്നെയാണോ? ആ, അതെ, ഇത് തന്നെയാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞ്, ഒരു ഫെബിൻ. ഞാനേ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഒന്ന് ഉറപ്പ് വരുത്തട്ടെ. ഹലോ രാജു. ആ, ഞങ്ങള് നീ പറഞ്ഞ ഫ്ലാറ്റിന് മുമ്പിലെത്തി. അവൻ ഇവിടെ ഉണ്ടോ? അതെ, റൂം നമ്പർ 12-ലുണ്ട്. ആ, ഓക്കെ, താങ്ക് യു. ആ, വാ. അതെ, സെക്യൂരിറ്റി. എന്താ? അല്ല, മുൻ MLA മേനോൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൂപ്പ, അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് തീർന്നോ? പുരാണ കഥകളുടെ സ്റ്റോക്ക് തീരെ? എന്താ ഈ കുട്ടി പറയണേ? അതിങ്ങനെ കിടക്കുകയല്ലേ ഭഗവാന്റെ കഥകൾ വാരാവാരം പോലെ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? ജ്യോതിയെ കൊണ്ട് തേജി ചോദിപ്പിച്ചതാണോ? അതെ, ഇവൻ പറയുവാ അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്നും പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയുവാ അവന് ബോറടിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ചേച്ചി അത് അപ്പൂപ്പനോട് ചോദിക്കുന്നത് ശരിയാണോ? അതെ, ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്ക്. പ്രതാപവർമ്മ സാറല്ലേ അത്? ശിവ ശിവ.
മോളെ ദേ പ്രതാപവർമ്മ സാറും അംബിക മാഡവും വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. പ്രതാപവർമ്മ സാറൊക്കെ ഈ മനക്കിലേക്ക് വരികയെ. എന്താ കഥ? ഇങ്ങോട്ടിരിക്കാം. എന്തൊക്കെയാണ് തിരുമേനി വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങളാ സാറേ, അങ്ങനെ പോകുന്നു. അല്ല, ഈ കുട്ടികള് ഇത് ജ്യോതിസ്, ജ്യോതിന്ന് വിളിക്കും. ഇത് തേജസ്, തേജുന്ന് വിളിക്കും. മോനെ, എത്രയിലാ പഠിക്കുന്നേ? ഞാൻ 7th. മോനോ? ഞാനിപ്പോ പഠിക്കാറൊന്നുമില്ല. മക്കളകത്തേക്ക് അല്ലേ? ഇളയ കുട്ടി ഇപ്പോ സ്കൂളിൽ പോകാറില്ല, വിടാറില്ല. ഞാൻ പറഞ്ഞില്ലേ പ്രതാപ, അതിന് ഹാർട്ടിന് പ്രോബ്ലം. ഇപ്പൊ ട്രീറ്റ്മെന്റിലാ. നമുക്കെന്തെങ്കിലും സംഭവിച്ചാല് നമുക്കൊന്നുമില്ല ഓർമ്മ സാറേ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നമുക്ക് സഹിക്കാൻ പറ്റുമോ സാറേ? ഇവരുടെ അച്ഛനമ്മയും കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടില്ല തിരുമേനി. ഇല്ല ഓർമ്മ സാറേ. വർഷം 7 കഴിഞ്ഞു. ഒരു രാത്രിയില് വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോയതാ. ഇതുവരെ തിരിച്ചു വന്നില്ല. അന്വേഷണങ്ങളൊക്കെ നടത്തിയോ? ഓ, നാട്ടിലുള്ള പൊട്ടക്കിണറ്റിൽ വരെ ഫയർഫോഴ്സുകാർ അന്വേഷിച്ചു, കിട്ടിയില്ല. ആരുടെയൊക്കെ ശാപമാണെന്ന് അറിയില്ല ഓർമ്മ സാറേ. ഇപ്പൊ ജീവിക്കുന്നത് തന്നെ മരിക്കാൻ പേടിയുള്ളതുകൊണ്ടാ. അല്ല, മോളില്ലേ ഇവിടെ? അവള് കുളിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. സർപ്രൈസ് കൊടുത്ത് ചെല്ലാൻ പറ്റില്ല. അവിടെ എന്നെ ആര് പിക്ക് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നന്ദനയ്ക്കൊരു മെസ്സേജ് കൊടുക്കാം, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. നന്ദന, ഐ ആം ലീവിങ് ടുഡേ. ഋതു, കഥയെ തട്ടി നോക്ക്. ആരാണ്? പറയാം. റൂം സർവീസ് സർ. ഇങ്ങോട്ട് നീ ഞങ്ങളെ കൊല്ലാൻ നോക്കല്ലേടാ?